ഒരു രാത്രി ഡിയാറ്റ്ലോ പാസ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന പർവ്വതങ്ങൾക്ക് മുകളിൽ നിന്ന് 9 ആളുകളുടെ മൃതശരീരം ലഭിക്കുകയാണ്. ഒരു മനുഷ്യന് ചെയ്യാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളായിരുന്നു ആ ഒരു മൃതദേഹങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. പറഞ്ഞു വരുന്നത് റഷ്യയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഭീതിജനകമായിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നായിട്ടുള്ള ദി ഡിയാറ്റ്ലോ പാസ് ഇൻസിഡന്റിനെ പറ്റിയിട്ടാണ്. നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു രഹസ്യങ്ങളുടെ മാന്ത്രിക ലോകത്തേക്ക്. വെൽക്കം ബാക്ക് ടു ദ സീക്രട്ട് ബുക്ക്. Let's unravel the unknown of Diatlo. ഫെബ്രുവരി റഷ്യയിലെ ഉറാൽ മലനിരകളിൽ നിന്ന് 9 യുവാക്കളായ മൗണ്ടനേഴ്സ് ചേർന്ന് ഒരുപാട് നാളുകളായിട്ട് അവർ പ്ലാൻ ചെയ്തു വെച്ചിരുന്ന ഒരു ഹൈക്കിംഗ് യാത്രയ്ക്ക് വേണ്ടിയിട്ട് പുറപ്പെടുകയാണ്. തങ്ങളുടെ കൂടെ ഇഗോർ ഡിയാറ്റ്ലോവ് എന്ന പേരുള്ള ഒരു ലീഡറും ഉണ്ടായിരുന്നു. അങ്ങനെ ആകെ 10 പേരായിരുന്നു ആ ഒരു ടീമില് മുഴുവനായിട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ആ ഒരു യാത്ര അവരുടെ അവസാന യാത്രയായിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ദിവസങ്ങൾ നീണ്ട ഹൈക്കിംഗ് യാത്രയ്ക്കൊടുവിൽ അവർ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നത് ഡിയാറ്റ്ലോ പാസ് എന്ന നാമത്തിൽ ഇന്ന് അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശത്തായിരുന്നു. ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് പർവ്വത നിരകളാൽ ആകെ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. യാത്ര ചെയ്യാനായിട്ട് ഒരുപാട് സമയം വൈകിയതിനെ തുടർന്ന് ഇവരവിടെ ടെന്റ് അടിച്ച് താമസിക്കാനായിട്ട് തീരുമാനിക്കുകയാണ്. എന്നാൽ വളരെയധികം കൊടിയ ചൂടുള്ള ഒരു പ്രദേശമായിരുന്നു ഈ ഡിയാറ്റ്ലോ പാസ് എന്നറിയപ്പെടുന്നത്. ഇതുകൊണ്ട് തന്നെ മലയുടെ മുകളിലേക്ക് മാറി നമുക്ക് ടെന്റ് അടിക്കാം. കാരണം ആ ഒരു പ്രദേശത്ത് കാറ്റ് വീശും എന്നുള്ള രീതിയിൽ അവര് ടെന്റ് മാറ്റി മലയുടെ മുകളിലേക്ക് അടിക്കുകയാണ്. എന്നാൽ അവരെ കാത്തിരിക്കുന്ന വലിയൊരു ദുരന്തമുണ്ടെന്ന് ആ ഒരു നിമിഷം വരെ അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 20 ദിവസമായിട്ടും ഈ ഒരു ട്രക്കിംഗ് ടീമിന്റെ ഭാഗത്ത് നിന്ന് യാതൊരു വിധത്തിലുള്ള കോണ്ടാക്റ്റുകളോ അപ്ഡേറ്റുകളോ ലഭിക്കാത്തതിനെ തുടർന്ന് സോവിയറ്റ് യൂണിയൻ ഇവർക്ക് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ ആരംഭിക്കുകയാണ്. അങ്ങനെ ഫെബ്രുവരി 26-ന് ഇവർ താമസിച്ചിരുന്ന ടെന്റ് അവർക്ക് കണ്ടെത്താനിടയായി. ആ ഒരു ടെന്റ് ഉള്ളിൽ നിന്ന് ആരോ കത്തി കൊണ്ട് കീറി ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച രീതിയിലായിരുന്നു കാണപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പിന്നീട് തുടർ പരിശോധനകളൊക്കെ നടത്തുന്ന സമയത്ത് ഇവരുടെ കാൽപ്പാടുകൾ അവർ കണ്ടെത്തുകയാണ്. അത് കിലോമീറ്ററുകളോളം നീണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ തുടർച്ചയായിട്ടുള്ള അന്വേഷണങ്ങൾക്കൊടുവിൽ മഞ്ഞിൽ പൂണ്ടു കിടക്കുന്ന 2 ആളുകളുടെ മൃതശരീരം അവർക്ക് കണ്ടെത്താനായിട്ട് കഴിയുകയാണ്. ഇതിനുശേഷം തുടർന്ന് ബാക്കിയുണ്ടായിരുന്നവരുടെ മൃതശരീരവും അവർ കണ്ടെത്തുകയാണ്. എന്നാൽ ഞെട്ടിപ്പിക്കുന്ന ഒരുപാട് വസ്തുതകളാണ് അവർക്ക് പിന്നീട് കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്. പലരുടെയും മൃതദേഹങ്ങൾ ചുണ്ടുകൾ കീറിയ നിലയിലും കണ്ണുകളും നാക്കും പിഴുതെടുക്കപ്പെട്ട രീതിയിലും അതോടൊപ്പം തന്നെ ശരീരഭാഗങ്ങൾ വേർപെട്ട നിലയിലുമൊക്കെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. കൂടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയുടെ ദേഹത്ത് അവളുടെ മാറിടം പൂർണ്ണമായി മുറിച്ചു മാറ്റപ്പെട്ട രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിലെ ഏറ്റവും അധികം അതിശയിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ത്രീയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾക്ക് യാതൊരുവിധ കേടുപാടുകളും ഇല്ലായിരുന്നു. യാതൊരു വിധത്തിൽ ആ ഒരു വസ്ത്രം മാറ്റുകയോ വസ്ത്രം മുറിക്കുകയോ അങ്ങനെ ഒരു വിധത്തിലുള്ള കേടുപാടുകളും ആ ഒരു വസ്ത്രത്തിന് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവര് തുടർന്ന് പരിശോധിക്കുന്ന സമയത്ത് ആ ഒരു സ്ത്രീയുടെ മാറിടം പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റപ്പെട്ട രീതിയിലായിരുന്നു അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലെ വളരെയധികം അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് അവർക്ക് ആ ഒരു സ്ഥലത്ത് നിന്ന് കണ്ടെത്താനായിട്ട് കഴിഞ്ഞത്. ആ ഒരു പെൺകുട്ടിയുടെ ഷാളിനുള്ളിൽ നിന്ന് വളരെയധികം താപനില ഏറിയിട്ടുള്ള റേഡിയേഷൻസ് അവർക്ക് കണ്ടെത്താനായിട്ട് കഴിയുകയാണ്. ഇവയൊക്കെ ഒരു മനുഷ്യനെ കൊണ്ട് സാധിക്കുമോ അതോ മറ്റെന്തെങ്കിലും ശക്തികളായിരിക്കുമോ ഇതിനൊക്കെ പിന്നിൽ എന്ന ചോദ്യം ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഒരുപാട് കോൺസ്പിറസി തിയറീസ് ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതിൽ ഒന്നാമതായിട്ട് വരുന്നത് ഇവര് തമ്പടിച്ചിരുന്ന ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരു മിലിറ്ററി റെസ്ട്രിക്റ്റഡ് സോൺ ആയിരുന്നു. പരീക്ഷണ ബോംബുകള്, അക്വസ്റ്റിക് വെപ്പൺസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കാം ഇവരുടെ ഈ ഒരു ദുർമരണങ്ങൾക്ക് കാരണമായിട്ടുള്ളത് എന്നാണ് ചിലർ പറയുന്നത്. ഇതിൽ രണ്ടാമതായിട്ട് വരുന്ന ഒരു തിയറി എന്ന് പറയുന്നത് ദി ഏലിയൻ തിയറി എന്ന് പറയുന്ന തിയറിയാണ്. അതായത് ഈ ഒരു സംഭവം നടക്കുന്ന അന്ന് രാത്രിയിൽ അസാധാരണമായ ഒരു ഓറഞ്ച് വെളിച്ചം ആകാശത്തിൽ കാണപ്പെട്ടതായിട്ട് ചിലർ പറയുന്നുണ്ട്. ഈ ഒരു തിയറികളാണ് ഈ ഒരു സംഭവത്തെ പറ്റിയിട്ട് ഇന്ന് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അന്യഗ്രഹ ജീവികളുടെ സാന്നിധ്യമാണോ അതോ മനുഷ്യന്റെ കൊടും ക്രൂരതയാണോ ഇതിന് പിന്നിലെന്ന് ഇന്നും ചിലർ സംശയിച്ചുകൊണ്ടിരിക്കുകയാണ്. സംഭവം നടന്ന് 60 വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നും എന്താണ് അവർക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. വലിയൊരു നിഗൂഢതയായി അതിന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായിരിക്കാം അവരുടെ അവസാന നിമിഷങ്ങളിൽ അവർക്ക് സംഭവിച്ചിട്ടുണ്ടായിരിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. See you on the next chapter. Until then, it's me Jaswin from Secret Book signing off.